നിലമ്പൂരിൽ കൊട്ടിക്കലാശത്തിന് സമാനമായി പ്രവർത്തകരെ ആവേശത്തിലാക്കി റോഡ് ഷോ. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. ക്ഷേമ പെൻഷനെ LDF രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന് റാലിയിൽ പ്രിയങ്കയുടെ വിമർശനം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അല്ല പെൻഷൻ നൽകേണ്ടത് എന്നും പ്രിയങ്ക. Government pays 1,600 rupees a month as welfare pension to over 62 lakh beneficiaries. But this pension is being politicized. It must be given on time. It cannot be given at the will of the government when it suits them, when the election is there, when it's not there, just because it suits the government. People depend on this pension. LDF കൺവെൻഷനുകളിൽ ആവേശമായി മുഖ്യമന്ത്രി പരസ്യ പ്രചാരണത്തിന്റെ ക്ലൈമാക്സിൽ ജമാഅത്തെ ഇസ്ലാമി വിവാദം CPIM ആളിക്കത്തിക്കുകയാണ്. അൻവറിനായി റോഡ് ഷോയ്ക്കെത്തിയത് യൂസഫ് പഠാനാണ്. അവസാന ലാപ്പിൽ വീട് കയറിയുള്ള പ്രചാരണമാണ് നടക്കുന്നത്. നിലമ്പൂരിൽ നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ സൺഡേ ആണ് ഇന്ന്. ഈ കൊട്ടിക്കലാശത്തിന് സമാനമായ ഒരു ആവേശമാണ് വിവിധ ക്യാമ്പുകളിൽ കാണാൻ കഴിയുന്നത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏത് തരത്തിലാണ് ഇപ്പോൾ പ്രചാരണം അവിടെ ചൂടുപിടിക്കുന്നത് ഈ സമയത്ത്? ലക്ഷ്മി, വലിയ ആവേശം തന്നെയാണ്. കാരണം ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ കൊട്ടിക്കലാശം 17-ാം തീയതി ആണെങ്കിൽ പോലും ഇന്ന് നേതാക്കന്മാരെല്ലാം തന്നെ പങ്കെടുക്കുന്ന അവരുടെ പ്രചാരണ പരിപാടികളുടെ സമാപനമാണ് എന്ന് തന്നെ പറയാം. മുഖ്യമന്ത്രി നടക്കുന്ന പരിപാടികൾ ഇന്ന് അവസാനിക്കും. പ്രിയങ്ക ഗാന്ധി വരുന്ന റോഡ് ഷോ ഇപ്പോൾ മൂത്തയിടത്ത് അവസാനിച്ച് അല്പസമയത്തിനകം തന്നെ നിലമ്പൂര് കാളികാവ് റോഡ് ജംഗ്ഷനിലേക്ക് വരും. നേരത്തെ തന്നെ പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആവേശത്തോടെ ഇപ്പോൾ ഇവിടെ കാണാം. മഴയാണ്, പക്ഷേ ആ മഴ ഒട്ടും ചോർത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ആവേശം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ വളരെ ആവേശത്തിലാണ്. ഈ കോരിച്ചെറിയുന്ന മയത്തും ഇവിടെ ആയിരക്കണക്കിന് 10,000-ാണ് ഇവിടുത്തെ അടിച്ചുകൊടുത്തത്. വാപ്പുട്ടിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. കരുത്തരായ സ്വരാജാണ് സ്ഥാനാർത്ഥി. സ്വരാജായിട്ട് എല്ലാവരായിട്ടും വരില്ല. 25,000 വോട്ടിന് 23-ാം തീയതി വോട്ടിന് കഴിഞ്ഞാല് നിലമ്പൂരിന്റെ മണ്ണിന് ആര്യാടൻ ചോക്കത്ത് തിരുവനന്തപുരത്തേക്കും സ്വരാജ് അൻവറോദായിലേക്കും സ്വരാജ് എറണാകുളത്തേക്കും ആര്യാടൻ ചോക്കത്ത് രാജറാണിക്ക് തിരുവനന്തപുരത്തേക്കും പോകും. അറിയാതെ സംശയമില്ല. ഇത് ലീഗിന്റെ പ്രവർത്തനമാണത്. ഇത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനമാണത്. പന്തയം വെക്കുന്നുണ്ടോളി വെച്ചോളി ബാപ്പുട്ടേക്ക ജയിക്കും. ഈ മണ്ഡലത്തില് ബാപ്പുട്ടേക്കല്ലാതെ ഒരാളും ഇവിടെ വിജയിക്കാൻ പോണില്ല. 20,000 ബാപ്പുട്ടേക്ക് തോറ്റുന്നുള്ള വിഷയമല്ല. 20,000 ലക്ഷ്മി, എങ്ങനെ വന്നാലും ഇത്തവണ ജയിക്കും, ബാപ്പുട്ടിക്ക ജയിക്കുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും റോഡ് ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ നിലമ്പൂരിൽ നിന്നും കാളികാവ് റോഡ് മുതൽ ചന്തക്കുന്ന് വരെയാണ് റോഡ് ഷോ. അതിനുശേഷം പൊതുയോഗമുണ്ടാകും. സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെയും റോഡ് ഷോ. അവിടെ മൂത്തേടത്ത് നടന്ന യോഗത്തിൽ അവർ പ്രധാനമായും പറഞ്ഞത് നിലമ്പൂരിലെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് വന്യജീവി സംഘർഷമാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. മറ്റൊന്ന്, ഇവിടുത്തെ ആശാ വർക്കർമാർ നടത്തുന്ന സമരം, ആ സമരം അവർക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പെൻഷനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള വിമർശനം പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട്. പെൻഷൻ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ അത് നടപ്പിലാക്കുന്നത്. അങ്ങനെയൊരു ലക്ഷ്യമുണ്ട്. മറ്റത് തെരഞ്ഞെടുപ്പ് സമയത്താണ് പെൻഷൻ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നത്. അങ്ങനെ അതിരൂക്ഷമായ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ പ്രിയങ്ക ഗാന്ധി നടത്തി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ആളുകളെല്ലാം തന്നെ പ്രിയങ്ക ഗാന്ധിയെ കാണുന്നതിന് വേണ്ടി, അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ സ്ഥാനാർത്ഥിയായ ആര്യാടനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒത്തുകൂടി നിൽക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ് അവരുടെ ഒരു ആവേശം. ഒരു തവണ ആര്യാടൻ
ഷൗക്കത്ത് തോറ്റു എന്ന് പറയുമ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് അവർ ആവേശത്തോടു കൂടി പറയുന്നു. അതിനകത്ത് UDF മുഴുവൻ പാർട്ടികളും കോൺഗ്രസും ലീഗും എല്ലാം തന്നെ വലിയ തോതിൽ ആവേശത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. ഇവിടെ M സ്വരാജ് എതിർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എന്നത് UDF സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്നില്ല എന്നവർ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു. PV അൻവർ 9 വർഷത്തോളം ഇവിടെ MLA ആയിട്ടുള്ള PV അൻവർ ഇവിടെ മത്സരിക്കുന്നതിൽ ആശങ്കയില്ല എന്ന് പറയുന്നു. എന്തായാലും ഇത്തവണ UDF ജയിക്കുമോ? കഴിഞ്ഞ 2 തവണ LDF ജയിച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ, ഈ പ്രാവശ്യം UDF എങ്ങനെ ജയിക്കും? നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങള് തിരൂര്, മലപ്പുറം. തിരൂരിൽ നിന്ന് വരുന്നതാണ്. എന്തായാലും ജയിക്കും. കഷ്ടപ്പെട്ടതിന് പ്രതിഫലം ഉണ്ടാവും. ഞങ്ങള് കഷ്ടപ്പെട്ടതിന് പ്രതിഫലം ഉണ്ടാവും. പിന്നെ ജനങ്ങള് തിരിച്ചറിയും. തീർച്ചയായിട്ടും നല്ലൊരു സർക്കാർ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രിയങ്ക ഗാന്ധി നിലമ്പൂർ നഗരത്തിന്റെ സമീപത്തുള്ള കാളികാവ് റോഡ് ജംഗ്ഷനിലേക്ക് എത്തും. ഇവിടെ നിന്ന് ഏറെക്കുറെ 1 കിലോമീറ്ററോളം ദൂരമാണ് ചന്തക്കുന്ന് വരെയുള്ള റോഡ് ഷോ ഉണ്ടാകുക. അതിനുശേഷമുള്ള പൊതുയോഗം നടക്കും. എന്തായാലും UDF നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ അബ്ബാസ് അലി തങ്ങൾ തുടങ്ങിയ നേതാക്കളെല്ലാം ആ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും പ്രിയങ്ക ഗാന്ധിയുടെ വരവ് UDF ക്യാമ്പിനെ വല്ലാതെ ആവേശത്തിൽ ആഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ ഇടത് ക്യാമ്പുകളെ ഇളക്കി മറിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇങ്ങനെ എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ്. യൂസഫ് പഠാന്റെ വരവോടെ തൃണമൂൽ ക്യാമ്പും ഒന്ന് ഉണർന്നിട്ടുണ്ട്. ആവേശത്തിലാണ് അൻവർ അണികളും. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂടാണ് ഈ പെരുമഴയത്തും നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. എല്ലാവരും തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശ ലഹരിയിലാണ് എന്നുള്ളതാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ നിലമ്പൂരിൽ നിന്ന്.